നമസ്കാരം, ഇത് IBN മലയാളം. 2019 ജനുവരിയിൽ പ്രിയങ്ക വാദ്രയ്ക്ക് കോൺഗ്രസ് പാർട്ടി ഉത്തർപ്രദേശിന്റെ ചാർജ് നൽകിയത് വലിയ വാർത്തയായിരുന്നു. ഉത്തർപ്രദേശ് തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് യോഗിയും മോദിയും പ്രിയങ്കയ്ക്ക് മുന്നിൽ വിയർക്കും എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലടക്കം വലിയ ആഘോഷമായിരുന്നു. പ്രിയങ്ക പോകുന്നിടത്തെല്ലാം ജനസമുദ്രം, BJP ഉത്തർപ്രദേശിൽ നിന്ന് തുടച്ചു നീക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് മാധ്യമങ്ങൾ വലിയ ആവേശത്തോടെ റിപ്പോർട്ടുകൾ നൽകിക്കൊണ്ടിരുന്നു. 2022 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ആകെയുള്ള 403 നിയമസഭാ സീറ്റുകളിൽ കോൺഗ്രസ് വിജയിച്ചത് വെറും 2 സീറ്റുകളിൽ. കിട്ടിയ വോട്ട് ശതമാനം 2.3%. 55 വർഷം ഉത്തർപ്രദേശ് ഭരിച്ചത് കോൺഗ്രസ് ആയിരുന്നു എന്ന് ഓർക്കണം. 11 കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ ഉത്തർപ്രദേശിലുണ്ടായിരുന്നു. ആ ഉത്തർപ്രദേശിലാണ് കോൺഗ്രസ് വെറും 2 സീറ്റിൽ ഒതുങ്ങിയത്. വലിയ തള്ളിമറിക്കലുമായി വന്ന പ്രിയങ്ക വാദ്ര കോൺഗ്രസ് തോറ്റു തുന്നം പാടിയതോടെ ഉത്തർപ്രദേശിൽ നിന്ന് മുങ്ങി. പിന്നെ ആൾ ഒരു ചാർജുമില്ലാതെ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അതായത് പ്രിയങ്ക വലിയ സംഭവമാണെന്ന പ്രചരണം കേരളത്തിൽ മാത്രമാണ് വിജയിച്ചത്. മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പ്രിയങ്ക തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയിട്ടും കോൺഗ്രസ് പച്ച പിടിച്ചില്ല എന്നത് തന്നെ മറ്റൊരു ഉദാഹരണം. ആത്മവിശ്വാസം ഇല്ലാതിരുന്നത് കൊണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല. പിന്നീട് മുസ്ലിം ലീഗിന്റെ സഹായത്തോടെ ലോക്സഭയിലെത്തി. അതിന്റെ പ്രത്യുപകാരമാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന നാടകങ്ങളും ഫോട്ടോഷൂട്ടുമെല്ലാം. മുസ്ലിം ലീഗ് പറയുന്നത് അനുസരിക്കുന്ന വെറും ഒരു അടിമ മാത്രമാണ് പ്രിയങ്ക വാദ്ര എന്ന തെളിവുകൾ നിരത്തി പറയാൻ കഴിയും. MP ആയിക്കഴിഞ്ഞ് ആദ്യം ചെയ്തത് പലസ്തീൻ അംബാസിഡറെ പോയി കണ്ട് പിന്തുണ അറിയിക്കുകയായിരുന്നു. പലസ്തീന്റെ പാകിസ്ഥാൻ അംബാസിഡർ ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഹാഫിസ് സെയ്ദ് എന്ന ഭീകരനുമൊത്ത് പൊതുവേദി പങ്കിട്ടിട്ട് അധിക നാൾ ആയില്ല എന്നോർക്കണം. പലസ്തീന് ഇന്ത്യ കൊടുക്കുന്ന സഹായങ്ങൾ കൊണ്ട് ഇന്ത്യക്ക് ഗുണമൊന്നുമില്ല എന്നു മാത്രമല്ല, തിരിഞ്ഞുകൊത്തും എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബംഗ്ലാദേശ് തന്നെ ഏറ്റവും വലിയ ഉദാഹരണം. തുടർന്ന് പാർലമെന്റിൽ മുസ്ലിം ലീഗിനെ സുഖിപ്പിക്കാൻ പലസ്തീൻ ബാഗുമായി കോമാളി വേഷം കെട്ടി ഫോട്ടോഷൂട്ട് നടത്തി. ഇന്ത്യയിലെ പൊതുസമൂഹം അതിശക്തമായി പ്രതികരിച്ചപ്പോൾ നിവൃത്തിയില്ലാതെ മലക്കം മറിഞ്ഞ് പിറ്റേ ദിവസം ബംഗ്ലാദേശിന്റെ പേരിൽ ഫോട്ടോഷൂട്ട് നടത്തി. പാർലമെന്റിൽ നടത്തിയ ആദ്യ പ്രസംഗം കൊണ്ട് തന്നെ വിവരക്കേടിന്റെ കാര്യത്തിൽ ചേട്ടൻ രാഹുൽ ഗാന്ധിയെ താൻ കടത്തിവെട്ടുമെന്ന് പ്രിയങ്ക വാദ്ര തെളിയിച്ചു. ചുരുക്കി പറഞ്ഞാൽ, സംഘടനാപരമായി കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ അറിയില്ല. ഒരു സംസ്ഥാനത്തിന്റെ ചാർജ് കൊടുത്തിട്ടും തിരഞ്ഞെടുപ്പിൽ തോറ്റു തുന്നം പാടിയതോടെ അവിടെ നിന്നോടി രക്ഷപ്പെട്ടു. മുസ്ലിം ലീഗ് പറയുന്നത് പോലെ തുള്ളുന്നതല്ലാതെ സ്വന്തമായി ഒന്നും പറയാനോ ചെയ്യാനോ അറിയില്ല. നിലപാടെന്നത് അവരുടെ അടുത്തുകൂടി പോയിട്ടില്ല. ഇന്ത്യൻ പൊതുസമൂഹം എതിരായി എന്ന് കണ്ടപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് മലക്കം മറിഞ്ഞ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് വേണ്ടി ഫോട്ടോഷൂട്ട് നടത്തി. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇവരുടെ നിലവാരം. ഈ മുതൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MP ആയില്ലായിരുന്നുവെങ്കിൽ വലിയ സംഭവമാണെന്ന് ചിലരെങ്കിലും വിചാരിച്ചേനെ. ന്യൂസ് ഡെസ്ക് IBN മലയാളം.